സുഹൃത്തുക്കളെ, ഈ വീഡിയോ വേളാങ്കണ്ണിയിൽ ഇതുവരെ പോയിട്ടില്ലാത്തവർക്കും ഇനിയും പോകാനിരിക്കുന്നവർക്കും വേണ്ടി ഉള്ളതാണ്. ഇതാണ് വേളാങ്കണ്ണിയിലെ മെയിൻ ചർച്ചായ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത്. വേളാങ്കണ്ണി മാതാവിൻ്റെ വളരെ തേജസ്സുള്ള ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെയായി സേക്രഡ് ഹാർട്ട് സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് വേളാങ്കണ്ണി മാതാവ് പാൽ വിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ സ്ഥലത്തേക്കാണ്. അതുപോലെ തന്നെ ഇതെൻ്റെ മൂന്നാമത്തെ വേളാങ്കണ്ണി യാത്രയാണ്. ലാസ്റ്റ് ഞാൻ പോയത് 2005 20 വർഷങ്ങൾക്ക് മുന്നേ. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് വിശുദ്ധമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെയാണ് മാതാവ് പാൽ വിൽക്കുന്ന ആ കൊച്ചുകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നിന്നും സേക്രഡ് ഹാർട്ട് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് കൂടി മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക്. ഈ വഴിയുടെ ലെഫ്റ്റ് സൈഡിലായാണ് കുരിശിൻ്റെ വഴി എന്നറിയപ്പെടുന്നത്. അവിടെയുള്ള മണൽപ്പരപ്പിലൂടെയാണ് വിശ്വാസികൾ കാൽമുട്ടിലഴിഞ്ഞ് മാതാവിൻ കുളമുള്ള പള്ളിയിലേക്ക് പോകുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഇവിടെയാണ് രാവിലെ 9 മണിക്ക് മലയാളത്തിൽ കുർബാനയുള്ളത്. ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേർന്നത് വേളാങ്കണ്ണി എക്സ്പ്രസ്സിനാണ്. സാറ്റർഡേ മൺഡേ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എറണാകുളം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നു വേളാങ്കണ്ണിയിലേക്ക്. അതുപോലെ തന്നെ തിരികെ വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്തേക്ക് സൺഡേ ട്യൂസ്ഡേ ദിവസങ്ങളിൽ വൈകുന്നേരം 6:40 പുറപ്പെടുന്നു. മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ കുറേ സമയം ചെലവഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് മാതാവിൻ കുളമുള്ള പള്ളിയിലേക്കാണ്. ഇതാണ് മാതാവിൻ കുളം. ഇവിടേക്കാണ് വിശ്വാസികൾ കാൽമുട്ടിലഴിഞ്ഞ് നേർച്ച കഴിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഹോളി വാട്ടർ മാതാവിൻ്റെ രൂപത്തിലുള്ള ബോട്ടിലിൽ നമുക്ക് ഈ പള്ളിയുടെ ബാക്ക് സൈഡിൽ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. അവിടെ നിന്ന് നേർച്ചകളും പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്തിൻ്റെ സൈഡിൽ കൂടി ചർച്ചിൻ്റെ മുൻവശത്തുള്ള ഹോളി ഓയിൽ കിട്ടുന്ന കൗണ്ടറിലേക്ക്. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം അതെന്താണെന്നുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് തിരികെ പോകാൻ തോന്നുകയില്ല. ഇവിടെയുള്ള ഈ കൗണ്ടറിൽ നിന്ന് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിലുള്ള ബോട്ടിലിൽ ഹോളി ഓയിൽ വാങ്ങിയ ശേഷം പള്ളിക്ക് പുറത്തുകൂടി നേരെ വേളാങ്കണ്ണി ബീച്ചിലേക്ക്. വേളാങ്കണ്ണി ബീച്ചിലേക്ക് പോകുന്ന വഴിയുടെ ഫസ്റ്റ് റൈറ്റ് സൈഡ് കട്ടിങ്ങിലാണ് ശരവണ ഭവൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച ശേഷമാണ് ഞങ്ങൾ വേളാങ്കണ്ണി ബീച്ചിലേക്ക് പോയത്. അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു. ബീച്ചിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് കാണാൻ സാധിക്കും. അതിനുശേഷം പള്ളിക്ക് ഫ്രണ്ടിൽ കൂടി നേരെ റൂമിലേക്ക് പോയി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.